ഫെബ്രുവരി 19 വിശുദ്ധ കോൺറാഡ്. വിവാഹം വിശുദ്ധിക്ക് തടസ്സമല്ല. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ദാരിദ്ര്യം സംഭവിച്ചാൽ, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഭാര്യയിൽ നിന്ന് വേർപിരിയേണ്ട സാഹചര്യം ഉളവായാൽ, അവിടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദാരിദ്ര്യത്തെ ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമെന്ന് വിശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഈ ഒരു ചോദ്യം അവശേഷിപ്പിച്ച വിശുദ്ധ കോൺറാഡിൻ്റെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാം. ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അംഗമായിരുന്നു വിശുദ്ധ കോൺറാഡ്. പിയാചെൻസായിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു. ദൈവഭയത്തിൽ ജീവിക്കുവാൻ നിരന്തരം അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നായാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. ഒരിക്കൽ തൻ്റെ സേവകരോട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു കാട്ടുമൃഗത്തെ വെടിവെക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. വെടിയുണ്ടയേറ്റ് കുറ്റിക്കാടിന് തീപിടിക്കുകയും കാറ്റ് നിമിത്തം തീ പടർന്ന് അടുത്തുള്ള വയലുകളും വനങ്ങളും കത്തിയെരിയുകയും ചെയ്തു. അഗ്നി പുറപ്പെട്ട സ്ഥലത്ത് നിന്നിരുന്ന ഒരു ഭിക്ഷുവാണ് തീ കൊടുത്തതെന്ന് കരുതി അയാളെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്ക് ആനയിക്കുമ്പോൾ ദുഃഖാർത്തനായ കോൺറാഡ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കി. അഗ്നി കൊണ്ട് നേരിട്ട നഷ്ടം പരിഹരിക്കുവാൻ കോൺറാഡിൻ്റെ വസ്തു മുഴുവനും കണ്ടുകെട്ടി. ദരിദ്രനായി തീർന്ന കോൺറാഡ് ഒരു കുടിലിൽ താമസമുറപ്പിച്ചു. ഭാര്യ ക്ലാരമഠത്തിൽ ചേർന്നു. കോൺറാഡ് ആദ്യം റോമായിലേക്കും അനന്തരം സിസിലിയിലേക്കും പോയി. 30 വർഷം കഠിന തപസ്സിൽ ജീവിതം കഴിച്ച് ദിവംഗതനായി. 1515 10-ാം ലയോ മാർപ്പാപ്പ നോട്ടോ നഗരത്തിന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ അനുമതി നൽകി. 8-ാം ഉർബൻ മാർപ്പാപ്പ പ്രസ്തുത അവകാശം ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മുഴുവൻ അനുവദിച്ചു. കോൺറാഡിനെ ഔദ്യോഗിക നിലയിൽ നാമകരണം ചെയ്തിട്ടില്ലെങ്കിലും വിശുദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫ്രാൻസിസ്കൻ സഭയിൽ ആദ്യകാലം മുതൽ കോൺറാഡിൻ്റെ തിരുനാൾ ഫെബ്രുവരി 19-ാം തീയതിയാണ് കൊണ്ടാടിയിരുന്നത്. ഹെർണിയ സുഖക്കേടുകാർ അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്.